നമസ്കാരം. 2 മണി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പീപ്പിൾ എക്സ്ക്ലൂസീവ് സ്വത്ത് തട്ടിയെടുക്കാൻ സ്ത്രീകളെ ആക്രമിച്ച സംഭവത്തിൽ ചിദാനന്ദപുരിയുടെ പങ്ക് വ്യക്തമാക്കുന്ന പോലീസ് റിപ്പോർട്ട് പീപ്പിളിന്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ചിദാനന്ദപുരിയുടെ പങ്ക് വ്യക്തമാക്കുന്നത്. ചിദാനന്ദപുരിക്കെതിരെ വിശ്വസനീയമായ സാക്ഷിമൊഴികളുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. UDF സർക്കാർ മൂടിവെച്ച കേസ് സജീവമായത് LDF അധികാരത്തിൽ വന്നതിനു ശേഷമാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ചേരുകയാണ്. PV കുട്ടൻ, കഴിഞ്ഞ ദിവസം സ്വത്ത് തട്ടിയെടുക്കുന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ചിദാനന്ദപുരിയുടെ അതിക്രമങ്ങളുടെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പീപ്പിൾ പുറത്തുവിട്ടിരുന്നു. അതിന്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ അതിക്രമങ്ങളിൽ ചിദാനന്ദപുരിക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാക്ഷിമൊഴികളുടെ പോലീസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ജോർജറ്റ്, കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ മുഖ്യ ചുമതലക്കാരനായ സ്വാമി ചിദാനന്ദപുരിയുടെ കൂടുതൽ ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളായി പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇന്നലെ ഈ സ്വാമിയുടെ അതിക്രമത്തിനിരയായ സ്ത്രീയുടെയും അവരുടെ ഭർത്താവിൻ്റെയും അഭിമുഖം ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ പീപ്പിൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഏതാണ്ട് 10 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചിദാനന്ദപുരിയും സംഘവും ഈ കുടുംബത്തിന് നേരെ നിരന്തരം നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളും വെളിപ്പെടുത്തലുകളുമാണ് ഇന്നലെ പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇന്ന് അതിനാധികാരികമായ മറ്റ് തെളിവുകൾ കൂടി നമ്മൾ പുറത്തുവിടുകയാണ്. കൃത്യമായി ഈ ആക്രമണത്തിൽ ചിദാനന്ദപുരിക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരുന്നു. അതിന്റെ രേഖകളാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. 2015 ഈ സംഭവം നടക്കുന്നത്. 2015 നവംബർ മാസം 16 തീയതിയാണ് മലാപ്പറമ്പ് സിവിൽ സ്റ്റേഷനടുത്ത് താമസിക്കുന്ന ഷീബയെയും ഭർത്താവ് സതീഷിനെയും അവരുടെ അമ്മ കമലാക്ഷിയെയും ചിദാനന്ദപുരിയുടെ ഗുണ്ടകൾ ആക്രമിക്കുന്നതും അവരെ തട്ടിക്കൊണ്ടുപോകുന്നതും വളരെ ക്രൂരമായ രീതിയിലാണ് ഇവരെ മർദ്ദിച്ചത്. അതിനുശേഷമാണ് വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത്. അന്ന് നമുക്കറിയാവുന്നതുപോലെ UDF സർക്കാരിന്റെ ഭരണമായിരുന്നു. ചിദാനന്ദപുരിക്ക് വലിയ സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോഴിക്കോടുണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് ഈ കേസ് ഈ തട്ടിക്കൊണ്ടുപോകലിനോ അല്ലെങ്കിൽ സ്ത്രീകളെ അതിക്രമിച്ചത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി അത്തരമൊരു സീരിയസ് ആയ ഒരു കേസായി പരിഗണിച്ചിരുന്നില്ല. അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ പ്രതികളെ വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കേസ് വലിയ പുരോഗമനമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പരാതിക്കാരി ഷീബ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു. ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി കൊടുക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP ആണ് കോഴിക്കോട് പോലീസ് കമ്മീഷണറോട് ഈ കേസ് പുനരന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇതിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കുറച്ചുകൂടി ദിവസം നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരായ കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കോടതിയെ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഈ വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിനകത്ത് കൃത്യമായ സാക്ഷിമൊഴികൾ ചിദാനന്ദപുരിക്കെതിരെ സാക്ഷിമൊഴികളുണ്ട് എന്ന് ആ റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേസിലെ 2ാം സാക്ഷിയുടെ ആദ്യ മൊഴിയിൽ ചിദാനന്ദപുരി സ്വാമി 2ാം സാക്ഷിയും കുടുംബവും താമസിച്ചു വരുന്ന വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതായും സാക്ഷിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയതിൽ വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ചിദാനന്ദപുരി സ്വാമി വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയത് 2015 ഒക്ടോബർ മാസം 16 തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് വളരെ സ്പഷ്ടമായി മൊഴി നൽകിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കേസ് അതുപോലെ തന്നെ ഈ 2ാം സാക്ഷി എന്ന് പറയുന്നത് അവിടുത്തെ ആ വീട്ടിലുള്ള ആൾ തന്നെയാണ്. അതിനുശേഷം കേസിലെ 16-17 സാക്ഷികളുണ്ട്. ഇവരെ മൊഴിക്കകത്തും ചിദാനന്ദപുരി ഈ വീട്ടിൽ വന്നതായും ഇവരെ ഭീഷണിപ്പെടുത്തതായും പറയുന്നുണ്ട്. ചിദാനന്ദപുരി സ്വാമി ഒരു മഹീന്ദ്ര ജീപ്പിൽ 2 തവണ ഈ വീട്ടിലേക്ക് വന്നു എന്നാണ് ഈ മൊഴിക്കകത്ത് പറയുന്നത്. ജോർജറ്റ്, വളരെ വ്യക്തമാവുകയാണ്, കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമാകുന്നു. 2015 നടന്ന സംഭവമാണ്. അന്ന് തന്നെ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന സംഭവം. അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടും ഈ കേസ് ഒതുക്കി തീർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. സ്വാമി ചിദാനന്ദപുരിയുടെ പങ്കിനെ കുറിച്ച് പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായ വിവരങ്ങളില്ലായിരുന്നു. ഒപ്പം തന്നെ സാക്ഷി മൊഴികളും വേണ്ട വിധത്തിലല്ല രേഖപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2016 LDF സർക്കാർ ഈ കേസ് പുനരന്വേഷിച്ചതിന്റെ ഭാഗമായാണ് സാക്ഷിമൊഴികൾ കൃത്യമായി രേഖപ്പെടുത്താനായതും സ്വാമിയുടെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നതും എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? ജോർജറ്റ്, ഈ സംഭവം നടന്ന ഉടൻ തന്നെ അന്ന് ഇവർ വീട്ടിൽ നിന്നും ഷീബയെയും സതീഷിനെയും തട്ടിക്കൊണ്ടുപോയി കുറച്ച് ദൂരം എത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ ഇവരുടെ ബഹളം കേട്ട് ഓട്ടോ ഡ്രൈവർമാർ വണ്ടി തടഞ്ഞതിനെ തുടർന്നാണ് ഇവരെ രക്ഷപ്പെടുത്താനായത്.
അതിനുശേഷമാണ് നടക്കാവ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നതും ഇവരെ രക്ഷപ്പെടുത്തി പിന്നീട് വീട്ടിലേക്ക് എത്തി. അവിടെ വെച്ച് തന്നെ സതീശനും ഭാര്യയും വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാൻ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് സതീശനും ഷീബയും പറയുന്നു. ഈ കേസ് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, സ്വാഭാവികമായും ചിദാനന്ദപുരി ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ ആ ഒരു ഗൗരവത്തിലെടുക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് പരാതിക്കാരുടെ പക്ഷം. അവർ പറയുന്നത് വളരെ ഗൗരവമില്ലാത്ത, വളരെ സില്ലിയായി ഈ കേസിനെ കൈകാര്യം ചെയ്തു. ഈ പരാതിക്കാരുടെ മൊഴി പോലും കൃത്യമായി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല, സാക്ഷിമൊഴികൾ കൃത്യമായി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അങ്ങനെ കേസ് പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസ് മുന്നോട്ട് പോകില്ല എന്നൊരു സാഹചര്യം വന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന്റെ അന്വേഷണം മുടക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ഉന്നത ഉദ്യോഗസ്ഥരോട് പോലും പരാതി പറഞ്ഞിട്ടും ഈ ചിദാനന്ദപുരിയുടെ പങ്ക് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഒരു നടപടിയും അന്ന് പോലീസ് സ്വീകരിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഭരണം മാറിയതിനു ശേഷം LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ഷീബ പരാതി നൽകുകയും ആ പരാതിക്കകത്ത് കൃത്യമായി ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെ കുറിച്ച് ആ പരാതിക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ കേസ് സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിലുള്ള മറ്റേ അന്വേഷണം നടത്തുന്നത്. ഇതിൽ ചിദാനന്ദപുരിക്ക് പങ്കുണ്ട് എന്നും ചിദാനന്ദപുരിയുടെ തൊട്ടടുത്തേക്ക് അന്വേഷണം എത്തിയ ഘട്ടത്തിലാണ് ഈ കേസിന്മേൽ സ്റ്റേ നേടിയെടുക്കുന്നതിന് വേണ്ടി ചിദാനന്ദപുരി ശ്രമിച്ചതും ഹൈക്കോടതി ഈ കേസിൽ സ്റ്റേ നൽകിയിട്ടുള്ളതും. ഇപ്പോൾ ഇത്തരമൊരു നിയമ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ജോർജറ്റ്, അതായത് 10 കോടിയുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള സംഭവത്തിൽ പരാതി കിട്ടിയിട്ടും സ്വാമിക്കെതിരെ നടപടിയെടുക്കാൻ UDF സർക്കാർ തയ്യാറായില്ല. അതായത് സർക്കാരിന്റെ ഒരു ഒത്താശ അക്കാലത്ത് ചിദാനന്ദപുരിക്ക് ലഭ്യമായി. അതിനപ്പുറത്തേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സഹായവും ചിദാനന്ദപുരിക്ക് ലഭ്യമായി എന്നാണ്. അതായത് സർക്കാർ സംവിധാനങ്ങളെ, ഉദ്യോഗസ്ഥരൊക്കെ ആത്മീയതയുടെ മറവിൽ തനിക്ക് അനുകൂലമാക്കി നിർത്താൻ ചിദാനന്ദപുരിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണോ? ജോർജറ്റ്, ഈ കുടുംബം ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പോയി, കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശയിന്മേൽ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പോയി, അതുപോലെ തന്നെ പല കോൺഗ്രസ് നേതാക്കളെയും നേരിട്ട് കണ്ട് തങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള, കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നു. എന്നാൽ അവരൊക്കെ തങ്ങളെ കാണുമ്പോൾ അനുഭാവപൂർവ്വം കാര്യങ്ങൾ കേട്ടെങ്കിലും ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ട്, കാരണം മറുഭാഗത്ത് ചിദാനന്ദപുരി ഉണ്ട് എന്നറിഞ്ഞതോടുകൂടി മുഴുവൻ സംവിധാനങ്ങളും നിശ്ചലമാവുകയായിരുന്നു. തങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് നീതി ലഭിക്കേണ്ട, തങ്ങൾക്ക് സഹായം ലഭിക്കേണ്ട ഘട്ടങ്ങളിലൊന്നും തന്നെ അത് നൽകാൻ വേണ്ടി ആരും തയ്യാറായില്ല. കാരണം മറുഭാഗത്ത് ചിദാനന്ദപുരി ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥർ, ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ കുടുംബത്തോട് പറഞ്ഞത്, ഈ അതിക്രമത്തിന് വിധേയരായ വളരെ ദൈന്യത അവസ്ഥയിൽ കഴിയുകയായിരുന്ന ഭർത്താവിന് സതീശന് വളരെ ഗുരുതരമായി പരിക്കേറ്റ ഒരു ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ചിദാനന്ദപുരി സ്വാമിയോട് കളിക്കാൻ നിൽക്കേണ്ട എന്നുള്ള മറുപടിയാണ് ഈ കുടുംബത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ അന്നത്തെ നിയമ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ, ഭരണ നേതൃത്വവും ഒക്കെ ചിദാനന്ദപുരിയെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ശേഷം വന്ന പുതിയ സർക്കാരാണ് ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും സ്റ്റേ വാങ്ങിക്കൊണ്ട്, കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിക്കൊണ്ട് ഇന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണ് ചിദാനന്ദപുരി നടത്തിയിട്ടുള്ളത്. ജോർജറ്റ്, എന്തായാലും കേസ് ഇപ്പോൾ കോടതിയിൽ തുടരുന്ന സാഹചര്യമാണ്. PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പറമ്പിലെ ഷീബയുടെയും കുടുംബത്തിന്റെയും 10 കോടി രൂപ വില വരുന്ന സ്വത്ത് തട്ടിയെടുക്കാൻ കൊളത്തൂർ അദ്വൈത ആശ്രമത്തിന്റെ അധിപൻ ചിദാനന്ദപുരി നടത്തിയ അക്രമങ്ങളുടെ തട്ടിപ്പിന്റെ പങ്ക് വ്യക്തമാക്കുന്ന പോലീസിന്റെ റിപ്പോർട്ടാണ് പീപ്പിൾ പുറത്തുവിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ചിദാനന്ദപുരിയുടെ പങ്ക് വ്യക്തമാക്കുന്നത്. ചിദാനന്ദപുരിക്കെതിരെ വിശ്വസനീയമായ സാക്ഷിമൊഴികൾ ഉണ്ടെന്നും ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ലൈംഗിക ആരോപണ വിവാദത്തിൽ മറുപടിയുമായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ആരോപണം അവിശ്വസനീയം, ചീഫ് ജസ്റ്റിസ് ഓഫീസിനെ പ്രവർത്തനരഹിതമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായ ആരോപണമെന്നും പ്രത്യേക കോടതി സിറ്റിംഗ് വിളിച്ച് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. എന്നാൽ സംഭവത്തിൽ മാധ്യമങ്ങൾ, പരാതിക്കാരി എന്നിവർക്കെതിരെ തൽക്കാലം കോടതി ഉത്തരവ് ഇറക്കില്ല. ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് അവധിയിലിരിക്കുന്ന കോടതി രാവിലെ 10:30 പ്രത്യേക സിറ്റിംഗ് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന മുഖവുരയോടെയായിരുന്നു ആരോപണത്തിനുള്ള ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. പണം നൽകി എന്നെ വാങ്ങാനാകില്ല, അതിനാലാണ് അവിശ്വസനീയമായ ഈ ആരോപണം. നിർണായക കേസുകൾ പരിഗണിക്കാനിരിക്കെ ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിനെ പ്രവർത്തനരഹിതമാക്കാൻ വലിയ പല ആളുകളും ആഗ്രഹിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള 7 മാസവും സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ ചുമതലകൾ നിർവഹിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി.
ജുഡീഷ്യറി ഭീഷണിയിലാണ്. തനിക്കെതിരായി ആരോപണം ഉന്നയിച്ച യുവതി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വിഷയത്തിൽ ഞാൻ ജുഡീഷ്യൽ ഉത്തരവ് ഇറക്കില്ല എന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതൊരു ബ്ലാക്ക്മെയിൽ തന്ത്രമാണെന്നും ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും പറഞ്ഞു. യുവതിയുടെ പേര് പുറത്തുവിട്ടതിന് നിയമ നടപടിയാകാമെന്നും അവർ പറഞ്ഞു. എന്നാൽ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ, ആരോപണം ഉന്നയിച്ച യുവതി എന്നിവർക്കെതിരെ ഉത്തരവിറക്കാൻ കോടതി തയ്യാറായില്ല. മാധ്യമങ്ങൾ ഉത്തരവാദിത്വത്തോടെ തീരുമാനമെടുക്കട്ടെ എന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് അരുൺ മിശ്ര വിവാദത്തിലെ കോടതി നടപടികൾക്ക് താൽക്കാലികമായി വിരാമമിടുകയായിരുന്നു. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. 2018 ഒക്ടോബർ 10 ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചെന്നാണ് 35 വയസ്സുള്ള മുൻ ജീവനക്കാരിയുടെ പരാതി. വഴങ്ങാത്തതിനെ തുടർന്ന് മാസങ്ങൾക്ക് ശേഷം തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കി. പോലീസുകാരായ ഭർത്താവിനെയും ഭർത്തൃ സഹോദരനെയും സസ്പെൻഡ് ചെയ്തു. പ്രത്യേക സമിതിയെ നിയോഗിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിലെ 22 ജഡ്ജിമാർക്ക് യുവതി കത്ത് നൽകിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 10, 11 തീയതികളിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് 35 വയസ്സുകാരിയായ മുൻ കോടതി അസിസ്റ്റന്റിന്റെ പരാതി. ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഓഫീസിൽ നടന്ന പീഡന ശ്രമം തടഞ്ഞതിന് പ്രതികാരമായി തന്നെ പലതവണ ട്രാൻസ്ഫർ ചെയ്തു. ഒടുവിൽ കൈക്കൂലി കേസിൽ കുടുക്കി. ഇതുകൂടാതെ പറയാതെ ലീവ് എടുത്തുവെന്ന പേരിൽ ഡിസംബർ 21 ജോലിയിൽ നിന്നു പിരിച്ചുവിടുകയും ചെയ്തു. ദില്ലി പോലീസിലുണ്ടായിരുന്ന ഭർത്താവിനെയും ഭർത്തൃ സഹോദരനെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മാപ്പ് പറയാൻ ചീഫ് ജസ്റ്റിസിന്റെ ഭാര്യ നിർബന്ധിച്ചതായും പരാതിയിൽ ആരോപണമുണ്ട്. ഇന്ന് രാവിലെ 4 ഓൺലൈൻ മാധ്യമങ്ങളാണ് പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ടത്. ലൈംഗിക പീഡന പരാതി ഉയർന്നാൽ ആഭ്യന്തര സമിതി അന്വേഷിക്കണമെന്നാണ് സുപ്രീം കോടതി ചട്ടം. നിയമവൃത്തങ്ങളെയാകെ ഞെട്ടിക്കുന്നതായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായി ഉയർന്ന ആരോപണം. ജുഡീഷ്യറിയുടെ സുതാര്യതയ്ക്കായി വാർത്താ സമ്മേളനം നടത്തിയ 4 ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് ഗൊഗോയ്. സമീപകാലത്ത് റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ചായിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. കൊല്ലം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്ത്. പ്രേമചന്ദ്രന്റെ RSS ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകളാണ് MA ബേബി പുറത്തുവിട്ടത്. എറണാകുളം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിനും കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ പണം നൽകി പ്രചാരണം നടത്തുന്നത് ഒരേ ആൾ തന്നെയാണെന്ന് MA ബേബി ആരോപിച്ചു. BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിനും UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ പണം മുടക്കി പ്രചരണം നടത്തുന്നത് ഒരേ ആൾ തന്നെയാണെന്ന് MA ബേബി വെളിപ്പെടുത്തി. കണ്ണന്താനത്തിന്റെയും പ്രേമചന്ദ്രന്റെയും ഫേസ്ബുക്ക് പേജുകൾക്ക് പ്രൊമോഷൻ നൽകുന്നത് ലക്ഷ്മി ആർ ഷെണായി എന്ന സ്ത്രീയാണെന്നും ഇവരുടെ ഫേസ്ബുക്ക് പേജുകളുടെ ഏകോപനവും പണം മുടക്കുന്നതും ഈ സ്ത്രീ തന്നെയാണെന്ന് വ്യക്തമായതായും ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് തെളിവായി നൽകിക്കൊണ്ട് MA ബേബി പറഞ്ഞു. കേവലം യാദൃച്ഛികമായിട്ടല്ല, അവിടെ ഒരു സ്വാധീനം കിടക്കട്ടെ. എങ്ങനെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ഒരു പിടി വേണം. അതിനെന്താണ് തെളിവ്? കേരളത്തിലെ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും അതിനെ ഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന ലക്ഷ്മി ആർ ഷെണോയ് തന്നെയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏകോപനവും ഫണ്ടിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവാണ് ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ വെളിപ്പെട്ടത്. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പരസ്യ ഏജൻസിയുടെ ഉടമയാണ് ഇവർ. പരസ്യ ഏജൻസി ആണെങ്കിൽ പോലും വ്യത്യസ്ത നിലപാടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പ്രചാരണം ഒരേ ഏജൻസി തന്നെ ഏറ്റെടുക്കാറില്ല. അഥവാ അങ്ങനെ ഏറ്റെടുത്താൽ തന്നെ രഹസ്യമായി വ്യത്യസ്ത അക്കൗണ്ട് വഴിയായിരിക്കും പണമിടപാടുകൾ നടത്തുന്നത്. എന്നാൽ ലക്ഷ്മി ആർ ഷെണായി എന്ന വ്യക്തിയുടെ അക്കൗണ്ട് വഴിയാണ് ഇരുവരുടെയും പ്രചരണത്തിനായി ഫേസ്ബുക്കിന് പണം നൽകിയിരിക്കുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ ഇവരുടെ സംഘപരിവാർ ബന്ധം വ്യക്തമാകുമെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വോട്ട് മറിക്കൽ ആരോപണ വിവാദത്തിൽ കൊല്ലത്തെ BJPയിൽ പ്രതിസന്ധി രൂക്ഷം. വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഭൂരിഭാഗം നേതാക്കളും ബഹിഷ്കരിച്ചു. അതേസമയം വോട്ട് കച്ചവടത്തിൽ പ്രതിരോധത്തിലായ BJPയും UDFും ഉന്നയിച്ച വിശദീകരണത്തിലും സാമ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണി ഉന്നയിച്ച സംഘിബന്ധം നേരാണെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രേമേന്ദ്രൻ ഇവിടെ BJPയിലൊരു വിഭാഗവുമായിട്ട് കുറച്ചധികം നാളായി ചെയ്തുകൊണ്ടിരുന്ന രഹസ്യ ഇടപാടിൻ്റെ അവസാനത്തിൽ വോട്ട് പിടിക്കാനല്ല വോട്ട് മറിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയെ ഇവിടത്തേക്ക് BJP നേതാക്കളുടെ തലയുടെ മുകളിൽ കൂടി ഇവിടെ വെട്ടിയേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ തെളിവുകൾ, ഇങ്ങനൊരു രഹസ്യ ഇടപാടുണ്ട് എന്നുള്ള തെളിവുകൾ
ഞങ്ങൾ പലവട്ടം പത്രസമ്മേളനങ്ങളിലും മറ്റ് പ്രസംഗങ്ങളിലും എല്ലാം വെളിവാക്കിയിട്ടുള്ളതാണ്. എന്നാൽ BJP വോട്ട് മറിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ച BJP നേതാക്കളെക്കുറിച്ച് BJP പറയേണ്ട കാര്യങ്ങൾ UDF പറഞ്ഞത് ദുരൂഹത സൃഷ്ടിച്ചു. അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സജീവമായി നിന്ന രണ്ട് വ്യക്തികളാണ്. ഇവരെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഷാനവാസ് ഖാൻ വക്കീലിന്റെ ജൂനിയറും ഇവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ആ BJPയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ അവരെ പറയുന്നത്. പക്ഷെ ഞങ്ങൾ അന്വേഷണത്തോളം യാതൊരു ഭാരവാഹിത്വം പോലും ഇല്ല. പിന്നെ അവർക്ക് എങ്ങനെയാണ് BJPയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്? ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വൃത്തി ഇലപൊഴിഞ്ഞ ശിശിരം പോലെയാണ് ആരോപണം ഉന്നയിച്ച BJP നേതാക്കളെന്ന് BJP സ്ഥാനാർത്ഥി KV സാബു പറഞ്ഞു. ഇത് വർക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരോ എന്തോ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിൽ തന്നെ കണ്ട വാർത്ത. ഞാൻ ആ രണ്ടുപേരെ അറിയില്ല. കാരണം അവർ എനിക്ക് തോന്നുന്നു 3-4 കൊല്ലം മുമ്പ് പാർട്ടി ഉണ്ടായിരുന്ന ആളാണ്. അവർ ഈ ഇല കൊഴിഞ്ഞു പോകുന്ന പോലെ പ്രവർത്തനരഹിതമായി അവർ കൊഴിഞ്ഞുപോയ ആളുകളാണ്. ആക്ഷേപം ഉന്നയിച്ചവർ പാർട്ടി പ്രവർത്തകരാണെന്നും അവരുടെ പരാതി പരിശോധിക്കുമെന്നും BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊല്ലം. കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി KV സാബു പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പൊതുയോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് അഡ്വക്കേറ്റ് KV സാബുവിന് ക്ഷണമുണ്ടായിട്ടും പോയില്ല. എന്നാൽ ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികൾ മോദിയുടെ യോഗത്തിനെത്തി. പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നിന്ന് കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി വിട്ടുനിന്നത് വോട്ട് മറിക്കാനാണെന്നാണ് ആരോപണം. BJPയുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബു ഒഴികെയുള്ള എല്ലാവരും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP വോട്ട് മറിക്കുകയാണ് എന്ന ആക്ഷേപം സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് KV സാബു പ്രധാനമന്ത്രിയുടെ പൊതുയോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നത്. ഇരവൂരം മണ്ഡലത്തിലെ പര്യടനത്തിന്റെ പേര് പറഞ്ഞാണ് BJP സ്ഥാനാർത്ഥി KV സാബു വിട്ടുനിന്നത്. എന്നാൽ മണ്ഡല പര്യടനം വെട്ടിച്ചുരുക്കി ശോഭാ സുരേന്ദ്രനും കുമ്മനവും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ അറിയിച്ച ശേഷമാണ് വിട്ടുനിന്നതെന്നാണ് സാബു നൽകുന്ന വിശദീകരണം. കൊല്ലത്ത് BJP UDF-ന് വേണ്ടി വോട്ട് വിൽക്കാൻ പോകുന്നു എന്ന ആക്ഷേപം BJP-യിൽ തന്നെ സജീവമായ പശ്ചാത്തലത്തിലാണ് വിട്ടുനിൽക്കലെന്നതും ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF-നെയും രാഹുൽ ഗാന്ധിയെയും ഞെട്ടിക്കാൻ NDA നീക്കം. NDA അധികാരത്തിലെത്തിയാൽ ജോസ് കെ മാണിക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം വാഗ്ദാനം. ഇടനിലക്കാരനായി PC തോമസ്. BJP ലക്ഷ്യമിടുന്നത് മധ്യ തിരുവിതാംകൂറിലെ പരമ്പരാഗത ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ്. കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടി മധ്യ തിരുവിതാംകൂറിൽ മുന്നേറ്റം നടത്താനാണ് BJP ലക്ഷ്യം. സഖ്യം യാഥാർത്ഥ്യമായാൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ പൊളിയും. ഒപ്പം BJPക്ക് മധ്യ തിരുവിതാംകൂറിലെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നും NDA നേതൃത്വം വിലയിരുത്തുന്നു. PC തോമസിനെ മധ്യസ്ഥനാക്കിയാണ് NDAയുടെ കരുനീക്കം. മാണി സാറിന്റെ മകനെ മുന്നിൽ നിർത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അധികാരത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളി ഞങ്ങളുടെ ഇടയിൽ വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. യോജിപ്പിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്. മാണി സാറിന്റെ ആ രീതിയിലുള്ള അഭിലാഷം പൂർത്തീകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായോഗികമാക്കാനായിട്ട് അതായിരിക്കും നല്ലത്. മാണിയുടെ അസാന്നിധ്യത്തിൽ UDF-ൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജോസ് കെ മാണി. പാർട്ടി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടാവാനിടയുള്ള തർക്കങ്ങളും PJ ജോസഫിന് സഭാ നേതൃത്വത്തിൽ നിന്നുള്ള പിന്തുണയും ജോസ് കെ മാണിയെ അസ്വസ്ഥനാക്കുകയാണ്. KM മാണിയുടെ അസാന്നിധ്യത്തിൽ UDF-ൽ PJ ജോസഫിന് പ്രമുഖ സ്ഥാനം നൽകുമ്പോൾ അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന തിരിച്ചറിവ് ജോസ് കെ മാണിക്കുണ്ട്. അത് മുതലെടുക്കാനാണ് NDA നീക്കം. TP പ്രശാന്ത്, കൈരളി ന്യൂസ്, കോട്ടയം. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ 17 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. മൂന്നാം ഘട്ടം കഴിയുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാതി പിന്നിടുന്നതിനാൽ ആവേശമേറിയ പ്രചാരണത്തിലേർപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലേക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമായി 116 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തെ കൂടാതെ ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും ഒറ്റഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഉത്തർപ്രദേശ് 10, അസം 4, ബംഗാൾ, ബീഹാർ 5, ഛത്തീസ്ഗഡ് 7, കർണാടക, മഹാരാഷ്ട്ര 14, ഒഡീഷ 6 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം. അക്രമ സംഭവങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പും മൂന്നാം ഘട്ടത്തിനൊപ്പം നടക്കും. 17 സംസ്ഥാനങ്ങളിലെ 302 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പാണ് മൂന്നാം ഘട്ടത്തോടെ പൂർത്തിയാവുക. കൈരളി ന്യൂസ്, ദില്ലി. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് നാളെ കൊട്ടിക്കലാശം. പ്രചരണത്തിന്റെ അവസാന നിമിഷം വരെ പരമാവധി വോട്ട് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണികളുടെ പ്രചാരണം.
പൊതുതെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ അവസാനഘട്ട കൂട്ടിക്കിഴിക്കലിലാണ് മുന്നണികൾ. പരമാവധി സീറ്റുകൾ നേടുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യവും മുന്നണികൾക്കില്ല. ചുട്ടുപൊള്ളുന്ന നാളുകളിൽ നടത്തിയ പ്രചരണം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ എല്ലാ വിയർപ്പും അവസാന നിമിഷം വരെ ഒഴുക്കാൻ തയ്യാറായാണ് മുന്നണികളുടെ പ്രവർത്തനം. നാളെ കൊട്ടിക്കലാശത്തോടെ വോട്ടുറപ്പിക്കാൻ വീടുകൾ തോറും കയറി പ്രചരണത്തിനായി ഇത്തവണ മുന്നണികൾ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ബന്ധം ആരോപിച്ച് BJP നേതാക്കൾ തന്നെ രംഗത്തു വന്നത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് കനത്ത തിരിച്ചടിയാണ് അവസാനഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നാളിതുവരെയില്ലാത്ത ആത്മവിശ്വാസത്തിൽ LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പ്രചരണത്തിൽ മുൻപോട്ടു പോകുമ്പോൾ UDF കേന്ദ്രത്തിൽ അർത്ഥഗർഭമായ മൗനമുണ്ടായത് പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കാര്യമായ പ്രയോജനം മറ്റു മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് UDFിനുള്ളത്. അങ്കച്ചൂടിന് അവസാനം കുറിച്ച് 23-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ പിന്നെ ഫലം പുറത്തുവരുന്നതുവരെ കണക്കുകൂട്ടലുകളിലാകും മുന്നണികളും സ്ഥാനാർത്ഥികളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ദൈവനാമം ഉച്ചരിച്ചാൽ കേരളത്തിൽ അറസ്റ്റ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് CPI ദേശീയ സെക്രട്ടറി D. രാജ. മൂന്നാംകിട പ്രചാരകരെ പോലെ പ്രധാനമന്ത്രി സംസാരിക്കരുത് എന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാനില്ലാത്തതിനാലാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും D. രാജ ചൂണ്ടിക്കാട്ടി. This irresponsible statement coming from Prime Minister. Mr. Modi should understand, till now he is the Prime Minister of the country. He must speak as a Prime Minister with all responsibilities at his command. LDF മന്ത്രിസഭയിലെ അംഗങ്ങൾ അഴിമതിക്കാരാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആരോപണം ഉന്നയിക്കുന്നതെന്ന് D. രാജ ചോദിച്ചു. കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. മൂന്നാംകിട പ്രചാരകരെ പോലെ പ്രധാനമന്ത്രി പ്രസ്താവനകൾ ഇറക്കരുത്. പ്രധാനമന്ത്രി പദത്തിന്റെ ഉത്തരവാദിത്വം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും രാജ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി മാനിക്കാൻ പ്രധാനമന്ത്രി തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇടപെടൽ നടത്തുന്നില്ല. BJPയെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ LDFിനോട് മത്സരിക്കുമ്പോൾ രാജ്യത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. To contribute to strengthen the cause of secularism and pitting the national president of that party against left. What politics, what message the Congress party wants to convey to the entire nation. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പ്രജ്ഞാ സിംഗിന്റെ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. ഹേമന്ത് കർക്കറെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തന്റെ ശാപം മൂലമായിരുന്നു എന്നായിരുന്നു പ്രജ്ഞാ സിംഗിന്റെ വിവാദ പരാമർശം. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. വ്യക്തിപരമായ അഭിപ്രായം ആണെന്നും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ BJPയുടെ ശ്രമം. BJPയിൽ ചേർന്ന മലേഗാവ് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയായ പ്രജ്ഞാ സിംഗ് താക്കൂർ ഭോപ്പാലിൽ നിന്നാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് പ്രജ്ഞാ സിംഗിന്റെ വിവാദ പരാമർശവും. ഹേമന്ത് കർക്കറെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തന്റെ ശാപം മൂലമാണ് എന്നായിരുന്നു പ്രജ്ഞാ സിംഗിന്റെ വിവാദ പരാമർശം. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. പ്രജ്ഞാ സിംഗിനെതിരെ അന്വേഷണം വേണമെന്നും മോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് വിഷയത്തിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. പ്രസ്താവനയിൽ കമ്മീഷൻ വിശദീകരണം തേടി. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രജ്ഞാ സിംഗിന്റെ പ്രസ്താവന പരിശോധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രജ്ഞയ്ക്കെതിരെ എന്ത് നടപടി കൈക്കൊള്ളണമെന്ന് കമ്മീഷൻ തീരുമാനിക്കും. അതേസമയം വിവാദ പ്രസ്താവനയിൽ മാപ്പപേക്ഷയുമായി പ്രജ്ഞാ സിംഗും രംഗത്തെത്തിയിട്ടുണ്ട്. ദൈവം തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞ പ്രജ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നുവെന്നും മാപ്പ് പറയുന്നുവെന്നും പ്രതികരിച്ചു. അതേസമയം ഇത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനാണ് BJP ശ്രമം. കൈരളി ന്യൂസ്, ദില്ലി. കോഴിക്കോട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല എത്തി. NDA സ്ഥാനാർത്ഥി നിലനിൽക്കെയാണ് കേന്ദ്രമന്ത്രി സ്വതന്ത്രയ്ക്ക് വോട്ട് ചോദിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. കേന്ദ്രത്തിൽ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്തരമൊരു ചുവടുമാറ്റം കേരളത്തിൽ നടത്തിയതും കേന്ദ്രമന്ത്രിയുടെ വരവും താൻ അറിഞ്ഞില്ലെന്നാണ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. കോഴിക്കോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുമായ MK ഹംസയുടെ ഭാര്യയായ നുസ്രത് ജഹാനെ പിന്തുണച്ചാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്തേവാല
കോഴിക്കോട് എത്തിയത്. നിലവിൽ കോഴിക്കോട് NDAക്ക് സ്ഥാനാർത്ഥിയുണ്ടെന്നിരിക്കെയാണ് NDA സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്തതെന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. തന്റെ കഴിവുകണ്ട് MP ആയാൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്ന് കണ്ടായിരിക്കാം റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെ പിന്തുണയ്ക്കുന്നതെന്ന് നുസ്രത് ജഹാൻ മറുപടി പറഞ്ഞു. അതേസമയം BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള തനിക്ക് കേന്ദ്രമന്ത്രിയുടെ വരവിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നായിരുന്നു പ്രതികരിച്ചത്. എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതും അറിയില്ല, അദ്ദേഹം വന്നതും അറിയില്ല, ആർക്കാണ് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. കേരളത്തിലെ NDAയിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആണെന്ന് എനിക്കറിയില്ല. RP അങ്ങനെ അവർ കേരളത്തിൽ ഘടകകക്ഷിയല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വയം തൊഴിൽ വായ്പാ തുക വകമാറ്റി ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ നിന്നും എടുത്തത് 5 ലക്ഷം രൂപയുടെ സ്വയം തൊഴിൽ വായ്പ. 2015 UDF സർക്കാരിന്റെ കാലത്താണ് പ്രൊജക്ട് റിപ്പോർട്ട് പോലും നൽകാതെ പൗൾട്രി ഫാമിനായി വായ്പ അനുവദിച്ചത്. എന്നാൽ ഫാമിനായി ഉപയോഗിക്കാതെ തുക വകമാറ്റിയെന്ന് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. 2015 ജനുവരിയിലാണ് സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ നിന്നും ഡീൻ കുര്യാക്കോസ് പൗൾട്രി ഫാമിനായി സ്വയം തൊഴിൽ വായ്പ എടുക്കുന്നത്. പ്രോജക്ട് റിപ്പോർട്ട് പോലും ലഭ്യമാക്കാതെ ആദ്യ ഗഡുവായ 2.5 ലക്ഷം രൂപ ഡീൻ 2015 മെയ്യിൽ നേടി. UDF സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയായിരുന്നു വായ്പ നേടിയത് എന്നത് തുടർ നടപടികൾ തെളിയിക്കുന്നു. സുഹൃത്തായ ബെന്നി ടി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള പൗൾട്രി ഫാമിന്റെ പേരിലായിരുന്നു വായ്പ. ഫാമിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് 2ാം ഗഡു സാധാരണഗതിയിൽ അനുവദിക്കാറ്. എന്നാൽ അതൊന്നും പരിശോധിക്കാതെ കേവലം 4 ദിവസത്തിനകം 2ാം ഗഡുവായ 2.5 ലക്ഷം രൂപയും അനുവദിച്ചു. 2014 ഫാമിന് ലൈസൻസ് നേടിയെങ്കിലും 2016 മാർച്ച് 31 ശേഷം ഇത് പുതുക്കിയിട്ടില്ല. ഫാമിന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണത്തിനായി പോലും തുക ഉപയോഗിക്കാതെ ഡീൻ കുര്യാക്കോസ് വകമാറ്റിയതായാണ് ധനകാര്യ വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാകുന്നതും. കുറഞ്ഞ പലിശയായ 6% സ്വയം തൊഴിൽ വായ്പയായി എടുത്ത തുക വകമാറ്റിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഡീൻ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരവും ആസ്തി ബാധ്യതയും കാണിക്കണം. തുടർന്ന് വായ്പയെടുത്ത 5 ലക്ഷം രൂപയും ഒറ്റത്തവണയായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഡീൻ തിരിച്ചടച്ചു. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിൽ ഇടതുപക്ഷം ചർച്ചയാക്കിയ കോൺഗ്രസ് ഭരണകാലത്തെ കാർഷിക പ്രതിസന്ധിയും കർഷക ആത്മഹത്യയും പ്രതിരോധിക്കാനാകാതെ UDF 3000-ലധികം കർഷകർ വയനാട്ടിൽ മാത്രം 10 വർഷക്കാലത്തിനിടെ ആത്മഹത്യ ചെയ്തതും ആ നയം തിരുത്താത്തതും ചോദ്യം ചെയ്തായിരുന്നു LDFന്റെ പ്രചരണം. ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി 10 ചോദ്യങ്ങളടങ്ങിയ ലഘുലേഖയും LDF പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസ് ഭരണകാലത്തെ കാർഷിക തകർച്ചയും കർഷക ആത്മഹത്യകളും മണ്ഡലത്തിൽ സജീവ ചർച്ചയായതോടെ ഏതുവിധം പ്രതിരോധിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് UDF. വയനാട്ടിൽ 1995-2007 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്ത പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റ് നടത്തിയിരുന്നു ഇടത് കർഷക സംഘടനകൾ. ഇവിടെ നടന്ന വമ്പിച്ച റാലിയിൽ ആയിരക്കണക്കിന് കർഷകർ പങ്കെടുക്കുകയും ചെയ്തു. കാർഷിക മേഖലയ്ക്കുണർവായി LDF സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളും കാർഷിക കടാശ്വാസവുമെല്ലാം ഇടത് സംഘടനകൾ ചർച്ചയാക്കുമ്പോൾ രാഷ്ട്രീയ മറുപടിയില്ലാതെ പിൻവാങ്ങുകയാണ് UDF. ഇറക്കുമതി ചുങ്കം കുറച്ചതും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതുമെല്ലാം ഇവിടെ ചർച്ചയാണ്. ഇപ്പോൾ 2019 ഈ തെരഞ്ഞെടുപ്പ് 17ാം തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രകടന പത്രികയിലും ഈ MS സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ വില കൊടുക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് മൗനം പാലിക്കുകയാണ്. അതായത് കർഷകർക്ക് വില കൊടുക്കാൻ വേണ്ടി ന്യായവില കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പകരം അവർ ന്യായ പദ്ധതി നടപ്പിലാക്കി 6000 രൂപ കൊടുക്കുമെന്ന് പറയുന്നു. ഇതൊരു ദാനം കൊടുക്കലാണ്. കർഷകന് ദാനമല്ല വേണ്ടത്, കർഷകന് വേണ്ടത് ന്യായവിലയാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ പുൽപ്പള്ളിയിൽ കർഷക സംഗമം നടത്തി അതിൽ പങ്കെടുപ്പിക്കാനാണ് ഇതിനെ പ്രതിരോധിക്കാനായി കോൺഗ്രസ് നടത്തുന്ന നീക്കം. കാർഷിക വിഷയങ്ങൾ ഉൾപ്പെടെ 10 ചോദ്യങ്ങളുടെ ലഘുലേഖ ഇറക്കി UDFനെ വെല്ലുവിളിച്ച LDFന് ഇതിനകം ജില്ലയിലെത്തിയ UDF നേതാക്കൾ പോലും മറുപടി പറഞ്ഞില്ല. കാർഷിക മേഖല വയനാടിന് താങ്ങും തണലുമായിരുന്ന കാലത്തുനിന്ന് കർഷക വിലാപങ്ങളുടെ നാടായി വയനാട് മാറിയത് മാത്രം ഓർത്താൽ മതി ചിത്രം വ്യത്യസ്തമാവാൻ. കേവലം വൈകാരികത കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അത് മറികടക്കാനുമാവില്ല. വയനാട്ടിൽ നിന്നും RK ഫിറോഷിനൊപ്പം അനൂപ് ഖയാർ. തന്റെ വോട്ട് P രാജീവിനാണെന്ന് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ NS മാധവൻ. എറണാകുളത്തിന്റെ വികസനത്തിൽ രാജീവ് നിശബ്ദ പങ്കാളിയായിരുന്നുവെന്നും NS മാധവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലെത്തിയാണ് രാജീവ് പിന്തുണ തേടിയത്. നിറഞ്ഞ ചിരിയോടെയാണ് വീടിന്റെ വാതിൽ തുറന്ന് NS മാധവൻ രാജീവിനെ സ്വീകരിച്ചത്. ദീർഘമായ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ NS മാധവൻ വിശേഷങ്ങൾ രാജീവുമായി പങ്കുവച്ചു.
തന്റെ വോട്ട് എറണാകുളത്തിന് വികസനം കൊണ്ടുവന്ന രാജീവിനാണെന്ന് NS മാധവൻ അറിയിച്ചു. മികച്ച രാജ്യസഭാംഗം എന്ന് രാജീവിനെ തനിക്ക് മുൻപ് അംഗീകരിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ രാജീവ് ലോക്സഭയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നതിന് വളരെ മുമ്പ് തന്നെ പറഞ്ഞ ആളാണ് അരുൺ ജെയ്റ്റ്ലി. തീർച്ചയായിട്ടും അദ്ദേഹം ലോക്സഭയിൽ ഉണ്ടാകണം. എന്റെ വോട്ട് അദ്ദേഹത്തിനാണ്. മലയാളത്തിന്റെ പ്രിയ കഥാകാരനെ നേരിൽ കാണാനും പിന്തുണ അഭ്യർത്ഥിക്കാനും വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് പി രാജീവ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. നല്ലൊരു വായനക്കാരൻ കൂടിയായ രാജീവ് ഏറെ വിശേഷങ്ങൾ NS മാധവനുമായി ചർച്ച ചെയ്താണ് മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി. പ്രചാരണം സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും മുഖ്യമന്ത്രി എത്തി. പ്രധാനമന്ത്രിയുടെ പദവിക്ക് നിരക്കാത്ത വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ് LDF സർക്കാരിനെതിരെ നരേന്ദ്രമോദി ഉന്നയിച്ചതെന്നും ഇതൊന്നും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം LDFന്റെ ആത്മവിശ്വാസം വീണ്ടും ഉയർത്തുന്നതായി. ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം രണ്ടാം വട്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് മണ്ഡലത്തിലെത്തുന്നത്. പ്രചാരണത്തിന് തുടക്കം കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിലായിരുന്നു. ആവേശപൂർവ്വം ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ പഴയങ്ങാടിയിൽ വരവേറ്റത്. തുടർന്ന് പയ്യന്നൂരിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത രണ്ടാമത്തെ റാലി. വൻ ജനാവലിയുടെ സാന്നിധ്യം ഇവിടെയും ശ്രദ്ധേയമായി. സമീപകാലത്തൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ കാണാത്ത ജനക്കൂട്ടമാണ് കാസർകോട്ട് ദൃശ്യമായത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വലിയ പങ്കാളിത്തം. യോഗങ്ങളിൽ സാമാന്യം ദീർഘമായി തന്നെ പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും കേന്ദ്രീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ LDF സർക്കാരിനെതിരെയുള്ള വസ്തുതകൾക്ക് നിരക്കാത്ത ആരോപണങ്ങൾക്ക് മറുപടി നൽകാനാണ്. പ്രളയം, ശബരിമല, അഴിമതി എന്നിവ സംബന്ധിച്ച് നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രളയക്കെടുതിയിൽ തകർന്ന കേരളത്തെ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും ഇത് അദ്ദേഹത്തിന്റെ സാഡിസ്റ്റ് മനോഭാവമാണ് പ്രകടമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തില് ദൈവത്തിന്റെ പേരുച്ചരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയാണ്, കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നിടത്തെത്തിച്ചത്. പക്ഷെ പ്രധാനമന്ത്രി പറയുമ്പോൾ ഇത് വസ്തുതകൾ പറയണമല്ലോ. കേരള സംസ്ഥാനത്ത് ദൈവത്തിന്റെ പേരുച്ചരിച്ചതിന് ഏതെങ്കിലും ആളെ കേസിൽപ്പെടുത്തിയിട്ടുണ്ടോ, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നേരത്തെ തന്നെ കേരളത്തിന് പുറത്തു വെച്ച് ഇത്തരമൊരു കാര്യം പറഞ്ഞപ്പോൾ അത് പച്ച നുണയാണ് എന്ന് ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് സാധാരണ നിരക്ക് പറയാത്ത രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഒരു കള്ളപ്രചാരണവും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ചു. വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിനെയും പിണറായി വിജയൻ ശക്തമായി വിമർശിച്ചു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, P. കരുണാകരൻ MP, മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV. രാജേഷ് MLA, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്. വാശിയേറിയ മത്സരം നടക്കുന്ന ഇടുക്കിയിൽ മികച്ച പ്രതീക്ഷയിലാണ് ഇടത് വലത് മുന്നണികൾ. ഇടതു സ്ഥാനാർത്ഥി പൊതുപര്യടനം പൂർത്തിയാക്കി പ്രധാന വ്യക്തികളെ സന്ദർശിക്കുമ്പോൾ അവസാനവട്ട പൊതുപര്യടനത്തിലാണ് UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആയിരുന്നതിനാൽ പ്രചാരണത്തിന് കൂടുതൽ സമയം ലഭിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയോടെ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്. അതിനാൽ തന്നെ പൊതുപര്യടനം 17-ാം തീയതി പൂർത്തിയാക്കി പ്രധാന വ്യക്തികളെ കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. വികസനം മുൻനിർത്തി വോട്ട് ചോദിക്കുന്ന ജോയ്സിനെ കുപ്രചാരണങ്ങൾ കൊണ്ടും വ്യക്തിഹത്യ നടത്തിയുമാണ് വലതുപക്ഷം എതിരിടുന്നത്. വ്യക്തിഹത്യ, കോടതി വ്യവഹാരങ്ങൾ അത് വെച്ചിട്ട് വല്ലാതെ സമൂഹത്തിൽ മോശമാക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ ഇടുക്കിക്കാർക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അവരുടെ മുമ്പിലാണ് MP എന്ന നിലയിൽ ഒരാക്ഷേപവും ആരും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഒരു വ്യക്തിഹത്യാ വേദിയാക്കി മാറ്റി എന്നെ മാത്രമോ എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ വീട്ടുകാർ എല്ലാവരെയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം, ഇതൊക്കെ ഒരു നമ്മുടേതുപോലുള്ള ഒരു മച്ചുവേഡ് ജനാധിപത്യ സംവിധാനത്തിൽ പോഷണമല്ലല്ലോ. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കലിന്റെ പേരിൽ വ്യാജ പോസ്റ്റിട്ട കേസിൽ മുൻ ഇടുക്കി MP PT തോമസിന്റെ ബന്ധു ഉൾപ്പെടെ 2 കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. അതിനിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിരുന്നതിനാൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും പൊതുപര്യടനം പൂർത്തിയാക്കാനായിട്ടില്ല. ഡീൻ ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിലും ബിജു കൃഷ്ണൻ ദേവികുളം മണ്ഡലത്തിലുമാണ് പര്യടനം നടത്തുന്നത്. പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനപ്പെട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. മംഗലാപുരത്തു നിന്ന് കൊച്ചിയിൽ ചികിത്സയ്ക്കെത്തിച്ച നവജാത ശിശുവിനെ വർഗീയമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ RSS പ്രവർത്തകനെ റിമാൻഡ് ചെയ്തു. എറണാകുളം കടവൂർ സ്വദേശി ബിനിൽ സോമസുന്ദരത്തെയാണ് കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് ഒളിവിൽ കഴിയവേ
കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 16-ാം തീയതി കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്തു നിന്നും കൊച്ചിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുന്നതിനിടെയാണ് ബിനിൽ സോമസുന്ദരം കുഞ്ഞിനെ വർഗീയമായി അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ പോസ്റ്റ് ചർച്ചയായതോടെ അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന പരാതിയുമായി DGPയെ സമീപിക്കുകയായിരുന്നു. നെടുങ്കണ്ടത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ DGPയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ബിനിൽ സോമസുന്ദരത്തെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി. ജിഹാദികളുടെ വിത്ത് എന്നായിരുന്നു കേവലം 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇയാൾ അധിക്ഷേപിച്ചത്. ഹിന്ദു രാഷ്ട്ര സേവകൻ എന്നാണ് ഇയാൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പിന്തുണയുമായി സമാന സംഘടനയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പോസ്റ്റിന് കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മതസ്പർദ്ധയുണ്ടാക്കിയതിനാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായിരുന്നു എന്നാണ് ബിനിൽ സോമസുന്ദരം ഇതിന് നൽകിയ വിശദീകരണം. കൈരളി ന്യൂസ്, കൊച്ചി. AM ആരിഫിന്റെ തെരഞ്ഞെടുത്ത നിയമസഭാ പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും എന്ന പുസ്തകം കൊച്ചിയിൽ നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. നടൻ മമ്മൂട്ടി എഴുത്തുകാരൻ പ്രൊഫസർ MK സാനുവിന് ആദ്യ പ്രതി കൈമാറി. കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വസതിയിൽ വെച്ചായിരുന്നു ചടങ്ങ്. നിയമസഭാംഗം AM ആരിഫ് രചിച്ച പുസ്തകത്തിന്റെ അവതാരകൻ കൂടിയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ. മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങുകൾ നടന്നത്. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ MK സാനു പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ AM ആരിഫിന്റെ വാക്കുകൾ താൻ ശ്രദ്ധിക്കാറുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. നിയമസഭാ പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും ഒക്കെയാണ്. അതിന് സരസനാണ്. ഈ പട്ടിയുടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ സരസനാണ്. ആൾക്ക് രസകരമായി വായിച്ചു പോകുന്നൊരു പുസ്തകമാണ്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ആരിഫ് താരവുമായി പങ്കുവച്ചു. തന്റെ ഗുരുനാഥനെ തന്നെ ആദ്യ പ്രതി കൈമാറാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പ്രചരണാർത്ഥം പാട്ടുവണ്ടിയെത്തി. P ജയരാജന്റെ വിജയത്തിനായി തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ കലാസംഘമാണ് പാട്ടുവണ്ടിയുമായി എത്തിയത്. മലയാളത്തിലെ പാടിപ്പതിഞ്ഞ വിപ്ലവ ഗാനങ്ങളും നാടൻ പാട്ടുകളും പുത്തൻ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുമാണ് പാട്ടുവണ്ടിയുടെ ആകർഷണം. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പ്രചാരണാർത്ഥമാണ് പാട്ടുവണ്ടി എത്തിയത്. പഴയകാല ചായക്കടയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ വേദിയാണ് പാട്ടുവണ്ടിയായി സഞ്ചരിക്കുന്നത്. P ജയരാജന്റെ വിജയത്തിനായി തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ കലാസംഘമാണ് പാട്ടുവണ്ടി അവതരിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് സഹാക്കൾ ഒരുക്കിയ ഒരു മ്യൂസിക്കൽ റോഡ് ഷോ പാട്ടുവണ്ടിയാണ്. ഇപ്പം മൂന്ന് ദിവസത്തെ ഒരു പര്യടനം തന്നെയാണ്. നമ്മുടെ ജയരാജേട്ടനെ വിജയിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക പര്യടനത്തിലാണ് നമ്മൾ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കി പാട്ടുകാർ കൈരളിലൂടെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗായകർ തന്നെ, ഒരു ഇടലം പാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ഉള്ളത്. ബിനോയ് കോടിയേരിയുടെ നേതൃത്വത്തിലാണ് പാട്ടുവണ്ടിയുടെ സഞ്ചാരം. സീന രമേശ് ഉൾപ്പെടെ നിരവധി ഗായകരാണ് പാട്ടുവണ്ടിയിലൂടെ ഗാനമാലപിക്കുന്നത്. വടകര മേഖലയിൽ 2 ദിവസങ്ങളിലായി പാട്ടുവണ്ടി സജീവമാണ്. P ജയരാജന്റെ വിജയത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്ത്. മേഘമാധവൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് നേതാവ് MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് പോലീസ് റിപ്പോർട്ട്. ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. DGPക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ നിയമോപദേശം തേടി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നാണ് DGP നിയമോപദേശം തേടിയത്. കോഴിക്കോട് ACP വാഹിദിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ ഒളിക്യാമറ ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് MK രാഘവനെതിരെ കേസെടുത്ത് അന്വേഷിക്കണം. ശബ്ദം എഡിറ്റ് ചെയ്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദ പരിശോധന ആവശ്യമാണ്. കണ്ണൂർ റേഞ്ച് IG MR അജിത് കുമാറാണ് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. TV9 ഭാരത് വർഷ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ CPIM ആണെന്ന രാഘവന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്ന് നിയമോപദേശം തേടി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും. MK രാഘവന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ട TV9 ഭാരതവർഷ ചാനൽ സംഘത്തിന്റെ മൊഴി അന്വേഷണ സംഘം ഡൽഹിയിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. ചാനൽ പുറത്തുവിട്ട വാർത്തയുടെ ഒറിജിനൽ ഫുട്ടേജും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് വ്യവസായ സംരംഭത്തിനായി 15 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടാണ് ചാനൽ സംഘം രാഘവനെ സമീപിച്ചത്. കമ്മീഷനായി 5 കോടി രൂപ നൽകാമെന്നും ഇവർ പറഞ്ഞു. സംഭാഷണവും ദൃശ്യങ്ങളും ഒളിക്യാമറയിൽ പകർത്തിയ സംഘം വാർത്ത പുറത്തുവിട്ടതോടെയാണ് MK രാഘവൻ വെട്ടിലായത്. AK ലതീഷ്,
കോഴിക്കോട്.